വലിയ ആവേശമാണല്ലോ ഈ ഏനാത്ത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ. അതെ അതെ അതെ, വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ്. കുറച്ചൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആണ്. ഈ വഴിയോരങ്ങളിലൊക്കെ നിൽക്കുന്നവർ, നമ്മുടെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരല്ലോ എങ്കിലും എല്ലാവരും കൈവീശുന്നുണ്ട്. അത് നല്ലൊരു പ്രതികരണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ ശരത്തോട് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു കിഫ്ബിയെ പറ്റി. കിഫ്ബിയുടെ വെച്ചുകൊണ്ട് കേന്ദ്രം വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ 8,000 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് കിഫ്ബി വഴി നടപ്പാക്കിയിരിക്കുന്നത്. അതെന്ന് അപ്പം ഞാൻ ഭാഗ്യമായിട്ട് കരുതും. ED 2-3 നോട്ടീസും കൂടി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കാലത്ത് തന്നു കഴിഞ്ഞാൽ, കാരണം ജനങ്ങൾക്കിടെ ക്യാമ്പയിൻ ചെയ്യാൻ പോയാണ്. ഇവിടെയുള്ള ഓരോ കിഫ്ബി, പാലം, റോഡ്, കെട്ടിടം, അവിടെ എല്ലാം ബോർഡ് വെക്കുകയാണ്. അടുത്ത ആഴ്ചയാവും ഓരോന്നും തൊട്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ ഇപ്പൊ വേണ്ടിയിരുന്നോ, അതോ UDF പറയുന്ന പോലെ 25 വർഷം കഴിഞ്ഞ് മതിയായിരുന്നോ? കിഫ്ബി തന്നെ ഒരു ക്യാമ്പയിൻ, ED കേസ്, ഒരു സംശയം വേണ്ട. ജനങ്ങൾ വിധി എഴുതും ഇതൊക്കെ വേണോ വേണ്ടി എന്നുള്ളത്. ഇപ്പം ഏത് നിയമസഭാ മണ്ഡലത്തിലും ഒരു പരിപാടിക്ക് പോയാൽ ഇപ്പോൾ എല്ലാ ദിവസവും ഒരു ഉദ്ഘാടനങ്ങളും കിഫ്ബി വഴി പൂർത്തീകരിച്ച പദ്ധതികളുടെ കിഫ്ബി ഈ മണ്ഡലത്തിൽ അത്രത്തോളം സ്വാധീനമുണ്ട്. വലിയ സ്വാധീനമായിരിക്കും. ഒന്ന്, മറ്റു പല പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ കിഫ്ബി വർക്കിനും കിഫ്ബി എന്നും പറഞ്ഞ് ബോർഡ് വെക്കാറുണ്ട്. അതുകൊണ്ട് ഈ നടക്കുന്നതൊക്കെ അതുവഴിയാണെന്ന് അറിയത്തില്ലെന്ന്. അപ്പോൾ നമ്മളിപ്പോ ബോർഡ് വെക്കാൻ പോയാ എല്ലാത്തിൻ്റെയും മുന്നിൽ പറ്റുമെങ്കിൽ ഓരോ യോഗവും കൂടി നടത്തിയ ബോർഡ് ഉദ്ഘാടനം ചെയ്യാൻ പോണത്. അപ്പോഴാണ് ജനം തിരിച്ചറിയാൻ പോണത് എന്താണ് ഈ പത്തനംതിട്ടയിൽ കിഫ്ബി വഴി വന്ന മാറ്റം എന്നുള്ളത്. അപ്പോൾ ഒരു ക്യാമ്പയിൻ പോയിന്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടരണോ വേണ്ടേ? വേണ്ട എന്നാണ് UDF പറയുന്നത്. വേണമെന്നാണ് ഞാൻ പറയുന്നത്. ജനം തീരുമാനിക്കട്ടെ ആര് വേണം ലോസേവ് പോയി ഇതിനു വേണ്ടി വാദിക്കാനും. അത് തന്നെ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ശബ്ദം ഉയരണം. നിശ്ചയമായിട്ട് വേണ്ടെന്ന് പറയുന്നവർ പോയണോ വേണമെന്ന് പറയുന്നവർ പോകണോ ജനം തീരുമാനിക്കും. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. പത്തനംതിട്ട രാഷ്ട്രീയ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. കാരണം 5 മണ്ഡലങ്ങൾ LDF ഭരിക്കുന്നു, ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ. അതൊരു സാധ്യത തന്നെയല്ലേ? നിശ്ചയമായിട്ടും പത്തനംതിട്ടയിലെ ഈ മണ്ഡലത്തിലെ 5 അല്ല 7, കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയുണ്ട്. അതടക്കം 7 മണ്ഡലങ്ങളിലും LDF MLA മാരാണ്.